നമസ്കാരം ശ്രീലെ, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്തേ പ്രശാന്ത്. ശ്രീലെ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയന്റെ മകൾ വീണ തായ്ക്കണ്ടി, ആ വീണ തായ്ക്കണ്ടിക്കെതിരെ പുതിയ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഡയറക്ടറേറ്റിന്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്നത് പുതിയ ചില ഗുരുതരമായ വകുപ്പുകൾ കൂടി വീണയ്ക്ക് മേൽ ചുമത്താൻ പോകുന്നു, പുതിയ ചില കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ്. വീണ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റിലാകാം എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഒപ്പം വീണ മാത്രമല്ല, വീണയുടെ ഭർത്താവ് PA മുഹമ്മദ് റിയാസ് MLA, മുൻ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹവും ഒരു പക്ഷേ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും, അദ്ദേഹത്തിനെയും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്താണ് ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? എന്താണ് ഇതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രശാന്തെ, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു CMR എക്സാലോജി കേസ്. പക്ഷെ ആദ്യഘട്ടം മുതൽ മടിയിൽ കനമില്ലാത്തത് കൊണ്ട് വഴിയിൽ പേടിക്കേണ്ടതില്ല എന്ന നിലപാട് ഉയർത്തിക്കൊണ്ട് പിണറായി വിജയൻ കാട്ടിക്കൂട്ടിയതൊക്കെ നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് ED അന്വേഷണത്തിനും റെയ്ഡിനും വന്നപ്പോൾ പോലും റെയ്ഡിന്റെ ഭാഗമായി അവിടെ വന്ന ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ വേണ്ടി CPM നേതൃത്വം ഒന്നാകെ തുനിഞ്ഞ് രംഗത്ത് വന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അതിന്റെ സൂത്രധാരനിലേക്ക് വരെ അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതായാലും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്ന് പിടിച്ചെടുത്ത രേഖകളിൽ നിന്ന് വിദേശ പണമിടപാടുകളെ സംബന്ധിച്ച ചില വിവരങ്ങൾ കൂടി EDക്ക് ലഭ്യമായിട്ടുണ്ട് എന്നാണ്. ഒരുപക്ഷെ അന്ന് ഈ രേഖകൾ കിട്ടിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള നീക്കം CPMന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വീണ സേഫ് ആണ് എന്ന നിലയിൽ നിന്നപ്പോഴാണ് ED ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു റെയ്ഡിന് വരുന്നത്. ഒരേ സമയം എല്ലായിടത്തും റെയ്ഡ് ചെയ്തത് കൊണ്ട് തന്നെ മാത്രമല്ല ഒരു മുന്നറിയിപ്പുമില്ലാതെ, നേരത്തെയൊക്കെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇതൊക്കെ ചോർന്നു കിട്ടുന്ന ഒരു അവസ്ഥ ഒരുപക്ഷെ പിണറായി വിജയന്റെ ഭരണകാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് പലതിൽ നിന്ന് രക്ഷപ്പെടാൻ പിണറായി വിജയന്റെ മകൾക്കുമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ ഒരു മുന്നൊരുക്കങ്ങളും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്താണ് ED അവിടെ റെയ്ഡിനെത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അപ്പൊ അന്ന് പിടിച്ചെടുത്ത രേഖകളിൽ നിന്ന് 85 ലക്ഷം രൂപ വിദേശത്തേക്ക് കടത്തി എന്ന തരത്തിലുള്ള ഒരു വിവരങ്ങൾ ഇപ്പോൾ ED പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായത് ആ ഡയറിയിൽ ഉണ്ടായിരുന്ന ചില രേഖകളെ സംബന്ധിച്ചുള്ള ചില അന്വേഷണങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതിലാണ് വിദേശ പണമിടപാട് ചട്ടങ്ങൾ ലംഘിച്ച് ദുബായിലേക്ക് പണം അയച്ചതായി കണ്ടെത്തിയത്. ഇത് നേരത്തെയും വീണയ്ക്കെതിരെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, അതായത് FEMA നിയമപ്രകാരം ഇപ്പോൾ കേസ് ചുമത്താനാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആലോചിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ആരോപണം സ്വപ്ന ഒരിക്കൽ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അന്ന് റിവേഴ്സ് ഹവാല അന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. പക്ഷെ അന്ന് ജനങ്ങളെല്ലാം പുച്ഛിച്ചു തള്ളുകയായിരുന്നു ഈ പറയപ്പെടുന്ന സ്വപ്നയെ. കാരണം സ്വപ്നയെ പുച്ഛിച്ചു തള്ളാനുള്ള സ്വപ്നയും ഇതിന്റെ ഒരു ഭാഗമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പ്രതിസന്ധിയിലാകുമ്പോൾ പറയുന്നതാണെന്നൊരു ധാരണയെങ്കിലും ഉണ്ടാക്കാൻ അന്നും CPMനും കഴിഞ്ഞിരുന്നു, വീണയ്ക്കും കഴിഞ്ഞിരുന്നു, പിണറായി വിജയനും കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോ അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അന്ന് സ്വപ്ന പറഞ്ഞത് അടക്കം ശരിയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ ഈ മുഹമ്മദ് റിയാസിന്റെ ചില പങ്കിനെ കുറിച്ച് കൂടി സംശയിക്കുന്നുണ്ട്. ഇവർ ഉപയോഗിച്ചത് നന്ദുലാൽ എന്ന പേരുള്ള ഒരാളുടെ സിമ്മാണ്. അതുപോലെ തന്നെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു ഒരു ഷെൽ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന അങ്ങനെ കമ്പനി ഉള്ളതായി ഇതുവരെ സൂചനകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അന്വേഷണം ശരിയായ ദിശയിലേക്ക് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഇത്തരത്തിൽ അന്വേഷണത്തിന് വിഘാതമായ ചില ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. പിണറായി വിജയനുമായൊക്കെ അടുത്ത ബന്ധമുള്ള ചില ഉദ്യോഗസ്ഥർ EDയിൽ പോലും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പൊ മറ്റൊരു പ്രധാനപ്പെട്ട സംശയം വരുന്നത് മുഹമ്മദ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രമുഖമായ ഒരു പരസ്യ ഏജൻസി സോളസ് എന്ന കമ്പനിക്ക് വീണ പണം കൈമാറിയതായി പിടിച്ചെടുത്ത ഡയറിയിൽ വ്യക്തമാകുന്നുണ്ട്. അത് എങ്ങനെയാണ് അത് മുഹമ്മദ് റിയാസിന് വേണ്ടി നൽകിയതാണ്? ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില അന്വേഷണങ്ങൾ ED പോകുന്നുണ്ട്. മുഹമ്മദ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായാണ് ഈ തുക കൈമാറുന്നതെന്ന പ്രാഥമിക വിലയിരുത്തൽ തന്നെ ED നടത്തുന്നുണ്ട്. ഏതായാലും കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് എക്സാലോജിക്കിലേക്കും വീണയുടെ സ്വകാര്യ അക്കൗണ്ടിലേക്കും എത്തിയ തുകയാണോ ഇതിനായി വിനിയോഗിച്ചതെന്ന് ED വിശദമായി പരിശോധിക്കുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച ഔദ്യോഗിക പ്രചരണത്തിന്റെ ആ ചെലവ് സംബന്ധിച്ച കണക്കുകളുമായി വിവരങ്ങൾ ഒത്തുനോക്കും എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും മുഹമ്മദ് റിയാസ് കൂടി അന്വേഷണത്തിന്റെ റഡാറിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എന്നാൽ ഒരു രാഷ്ട്രീയ പ്രതിരോധം തീർത്തുകൊണ്ട് ഈ ED അന്വേഷിക്കുമ്പോൾ മുഹമ്മദ് റിയാസ് ഇന്നലെ പറഞ്ഞ BJPക്കെതിരെയുള്ള
ആരോപണങ്ങളും ബി ജെ പിക്കെതിരെയുള്ള സമരവും ബി ജെ പിക്കെതിരെയുള്ള തന്റെ പ്രതിഷേധവും തുടരുമെന്നൊക്കെയാണ്. ഇ ഡി ആണ് അന്വേഷണ ഏജൻസി. ഇ ഡി അന്വേഷിക്കുമ്പോൾ എന്തിനാണ് ബി ജെ പി ഇതിൽ പിടിച്ചിടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മെയ് മാസത്തിൽ തിരുവനന്തപുരത്തെ വസതിയിൽ നടത്തിയ റെയ്ഡിലായിരുന്നു ഈ വിഷയങ്ങളൊക്കെ കണ്ടെടുത്തത്. 20.5 കോടി രൂപയുടെ ആഭ്യന്തര ഇടപാടുകൾക്ക് പുറമെ 3.49 ലക്ഷം UAE ദിർഹം, അതാണ് ഏകദേശം 85 ലക്ഷം രൂപ ദുബായിലേക്ക് മാറ്റിയതിന്റെ കയ്യെഴുത്ത് രേഖകൾ, അതായത് വീണയുടെ ഹാൻഡ് റൈറ്റിംഗിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിപ്പോ ഫോറൻസിക് പരിശോധനയിലൂടെ സ്ഥിരീകരിക്കും എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. തുക ആർക്കാണ് കൈമാറുകയെന്നും എന്ത് ആവശ്യത്തിനാണ് ദുബായിലേക്ക് പണം ഒഴുക്കിയതെന്നും വ്യക്തമാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ചോദിക്കുമ്പോഴൊക്കെ അത് മൗനം, തനിക്ക് അറിയില്ല എന്ന തരത്തിലാണ് വീണയുടെ നീക്കം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബാങ്കിംഗ് ചാനലുകൾക്ക് പുറമെ ഹവാല വഴിയാണ് വിദേശത്തേക്ക് പണം എത്തിച്ചതിന്റെ തെളിവുകൾ ഇപ്പോൾ ഹവാലയും നടത്തിയിട്ടുണ്ട് എന്നതിന്റെ തെളിവുകൾ കൂടി ലഭിച്ചതായി ഇ ഡി വ്യക്തമാക്കുന്നുണ്ട്. നിയമപരമായ വരുമാന സ്രോതസ്സുകൾക്ക് അപ്പുറമുള്ള പണം വീണയുടെ അക്കൗണ്ടിൽ നിന്ന് പല ഘട്ടങ്ങളിലായി ചെലവഴിച്ചു. ആ തുകകൾ അതൊക്കെ അതിനാണ് ഫെമ നിയമപ്രകാരം ഇപ്പോ അന്വേഷണത്തിൽ, അത് വിദേശത്തേക്ക് പണം കടത്തിയതുമായി ബന്ധപ്പെട്ടാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ ഇന്റർനെറ്റ് കോളുകൾ ഉപയോഗിച്ചിരുന്നു. ആ ഇന്റർനെറ്റ് കോളുകൾക്ക് ഉപയോഗിച്ചിരുന്ന സുഹൃത്തിന്റെ സിം കാർഡാണ്. ഞാൻ ചോദിക്കട്ടെ, കള്ളത്തരമൊന്നും കാണിക്കുന്നില്ലെങ്കിൽ വല്ലവരുടെയും പേരിലുള്ള സിം കാർഡ്, അത് മുഖ്യമന്ത്രിയുടെ മകളാണ്, ആരുടെയെങ്കിലും പേരിലുള്ള സിം കാർഡ് ഉപയോഗിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ നടത്തിയ പരിശോധനകളിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഡിവൈഎഫ്ഐ നേതാവും റിയാസിന്റെ സുഹൃത്തുമായ നന്ദുലാൽ എന്ന് പറയുന്ന ആളുടെ പേരിലെടുത്ത സിം കാർഡാണ് വീണ തന്റെ നെറ്റ് ഉപയോഗത്തിൽ, ഇന്റർനെറ്റിന് വേണ്ടി കോൾ ചെയ്യാനും ഇന്റർനെറ്റ് ഉപയോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ വീണ ഈ സിം കാർഡ് എന്തിനാണ് ഉപയോഗിച്ചത് എന്ന് അറിയില്ല എന്നാണ് ചോദ്യം ചെയ്യലിൽ നന്ദുലാൽ മൊഴി നൽകിയത്. നന്ദുലാലിന് അറിയില്ല, ഒരു സിം എടുത്തു കൊടുക്കാൻ പറഞ്ഞു, നന്ദുലാലിന് അറിയില്ല എന്നാണ് പറയുന്നത്. ഏതായാലും അന്വേഷണ ഏജൻസികളുടെ ട്രാക്കിംഗ് ഒഴിവാക്കാൻ വൈഫൈ റൂട്ടറിൽ ഈ സിം സംഘടിപ്പിച്ചാണ്, അതായത് വൈഫൈയുടെ റൗട്ടറിൽ ഈ സിം ഇട്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയത്. പെട്ടെന്ന് കണ്ടുപിടിച്ചില്ല എന്ന് വിചാരിച്ചു. ഇന്റർനെറ്റ് വഴിയുള്ള വോയിസ് കോളുകൾ മാത്രം ചെയ്തിരുന്നു. ഇന്റർനെറ്റ് വഴിയുള്ള വോയിസ് കോളുകൾക്കാണ് ഇത് ഉപയോഗിച്ചത്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഒന്നാമത് വീണ ഒരു എഞ്ചിനീയറിംഗ് ബിരുദധാരി കൂടി ആയതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ വീണയ്ക്ക് നല്ല സാമർഥ്യവും അറിവും ഉണ്ടാകും. അതെല്ലാം ഈ തരത്തിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ആ റെയ്ഡ്, അതാണ് അന്ന് അത്രയും പ്രശ്നമായത്. ആ റെയ്ഡിൽ പ്രധാനപ്പെട്ട പല വിവരങ്ങളും ഇവർക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നേരെ മറിച്ച് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായിരുന്നുവെങ്കിൽ, ഇവർക്ക് അറിയാൻ സാധിച്ചിരുന്നുവെങ്കിൽ അവരതൊക്കെ മാനേജ് ചെയ്യുമായിരുന്നു. ഇത്രയും കാലം അങ്ങനെ മാനേജ് ചെയ്താണ് പോയത്. പക്ഷെ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ, അന്വേഷണം ശരിയായ ദിശയിലേക്ക് പോകുന്നുണ്ട്. വീണ കൂടുതൽ പ്രതിരോധത്തിലാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വീണ താമസിയാതെ അറസ്റ്റിലാകാനുള്ള സാഹചര്യവും ഉണ്ടാകും എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഒരു ചോദ്യം അവിടെ ഇടയ്ക്ക് കയറുന്നതിൽ ക്ഷമിക്കണം. അവിടെ ഒരു ചോദ്യമുണ്ട്. അന്ന് വീണയുടെ ഒരു ഫോൺ കസ്റ്റഡിയിൽ എടുത്തു. അതിനുശേഷം വീണയുടെ തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിന് സമീപമുള്ള HDFC ബാങ്കിന്റെ ബ്രാഞ്ചിൽ വീണയ്ക്ക് ഒരു ലോക്കർ ഉണ്ട്. ആ ലോക്കർ തുറന്ന് പരിശോധിച്ചു. അന്ന് വീണയുടെ അച്ഛൻ, നമ്മുടെ സഖാവ് പിണറായി വിജയൻ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, ചോദിച്ചത് ലോക്കർ തുറന്നിട്ട് എന്തോ കിട്ടി എന്നൊക്കെയാണ് അന്ന് അദ്ദേഹം ചോദിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് ED കുറിച്ച് അറിയില്ല എന്ന് തോന്നുന്നു. എന്തായാലും എന്റെ ചോദ്യം ഇതാണ്, അന്ന് ഈ വീണയുടെ ഫോൺ പിടിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫോൺ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ വീണ ഈ ഇടപാടുകളെല്ലാം സേവ് ചെയ്തിരുന്നത് ക്ലൗഡിലാണ്. അതായത് ഇന്റർനെറ്റിൽ വന്നിട്ട് ഒരു ക്ലൗഡില് ആണ്, അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അറിയാമല്ലോ അത്. ഞാൻ അതിന്റെ സാങ്കേതികത്വത്തിലേക്ക് പോകുന്നില്ല. ആ ക്ലൗഡിലാണ് സേവ് ചെയ്തിരുന്നത് എന്നാണ് ED തന്നെ അന്ന് വെളിപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ഈ ഇത്രയും കേസ് പുരോഗമിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ക്ലൗഡുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടും ഇതേ സിം തന്നെ ആയിരിക്കാം ഉപയോഗിച്ചത്. ഈ സിമ്മിലും ഈ ഫോണിലൂടെയും ക്ലൗഡിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും, അങ്ങനെ ഉപയോഗിച്ചിരിക്കാം. ഒപ്പം ഈ ക്ലൗഡിന്റെ പാസ്വേഡും മറ്റു കാര്യങ്ങളും ED കണ്ടെത്തിയിട്ടുണ്ടാകാം എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയെങ്കിൽ മാത്രമേ ഇത്രയും വിശദമായിട്ട് ആഴങ്ങളിലേക്ക് പോകാൻ EDക്ക് സാധിക്കുകയുള്ളൂ. എന്താണ് ഇതേക്കുറിച്ച് തോന്നുന്നത്? തീർച്ചയായും ഈ ക്ലൗഡ്, ഐഫോൺ ഉപയോഗിക്കുന്ന എല്ലാം ഐഫോണിന്റെ ഐക്ലൗഡിലാണ് എല്ലാം രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഈ ഐക്ലൗഡിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഐഫോൺ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ക്ലൗഡിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന മുഴുവൻ സാധനങ്ങളും അന്വേഷണ ഏജൻസികൾക്ക് പുറത്തുനിന്നും ശേഖരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അമേരിക്കയിൽ നിന്നാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരേണ്ടത്. ഡീറ്റെയിൽസ് ചോദിച്ചാൽ അവർ കൊടുക്കും. ഐക്ലൗഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത്തരം പ്രതിസന്ധികൾ, അതായത് FIR ഒക്കെ ഉള്ള കേസാണെങ്കിൽ അവർ കൊടുക്കും. സാധാരണ ഒരു വ്യക്തിയുടെ സ്വകാര്യതയാണെങ്കിൽ അവർ കൊടുക്കില്ല. പക്ഷെ ഒരു അന്വേഷണ ഏജൻസി ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ ശേഖരിച്ചിട്ടുണ്ടാവും
ഉണ്ടാവും. കഴിഞ്ഞ കുറെ നാളുകളായി ഇതിന്റെ പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ടാകും. വീണയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടാകും. അതുകൊണ്ടാണല്ലോ വീണ പെട്ടിയും കിടക്കയും എടുത്ത് പിണറായി വിജയന്റെ വാടക വീട്ടിലേക്ക് മാറിയത് വരെ ഇവർ അറിഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ അന്വേഷണം നടക്കാനുള്ള എല്ലാ മാർഗങ്ങളും മീഡിയ ഒരുക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭരണം മാറിയതും അതുപോലെ തന്നെ ചില ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് മാറിയതും ഒക്കെയായി ബന്ധപ്പെട്ട് അതിനുശേഷം ഉണ്ടായിട്ടുള്ള നീക്കമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുവരെ തടഞ്ഞു വെച്ചിരുന്ന അല്ലെങ്കിൽ കൂടുതൽ അക്സസബിൾ ആയ കാര്യങ്ങളൊക്കെ ആ ഒരു ആക്സസ് ഇല്ലാതെ പോയത് കൊണ്ടാണ് ഒരുപക്ഷെ വീണായി അല്ലെങ്കിൽ ഈ രേഖകളൊക്കെ വേറെ എവിടേക്കെങ്കിലും കടത്തിയേനും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം സ്വർണ്ണക്കടത്ത് കേസൊക്കെ ആവിയായി പോയ വഴി നമുക്കറിയാം. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ ഇതിനുള്ള നീക്കമൊക്കെ നടത്തിയേനും. പക്ഷെ അതൊന്നും സാധിച്ചില്ല എന്നുള്ളതാണ്. ഏതായാലും ഇത്തവണ പിടിപെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോ പിടിപെട്ടു എന്ന് പറയുമ്പോഴും വിശദമായ അന്വേഷണങ്ങൾ ഇനി ഉണ്ടാകണം. വീണ വിജയനെ കണ്ടിട്ടല്ല ഈ പണം മുടക്കിയത്, അല്ലെങ്കിൽ വീണ വിജയന് കിട്ടിയ ഒരു അംഗീകാരമോ അല്ലെങ്കിൽ വീണ വിജയന് കിട്ടിയ പണമോ അല്ല ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരുപക്ഷെ മുഹമ്മദ് റിയാസിനും അതുപോലെ തന്നെ പിണറായി വിജയനിലേക്കും കൂടി അന്വേഷണം എത്തുമ്പോൾ പിണറായി വിജയനിലേക്കും അന്വേഷണം എത്തുന്നുണ്ട്. പിണറായി വിജയന്റെ മകളും മുഹമ്മദ് റിയാസിന്റെ ഭാര്യയും ആയതുകൊണ്ടാണല്ലോ സമൂഹത്തിൽ ഇത്രയധികം സ്വാധീന ശക്തിയായി വീണയ്ക്ക് മാറാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ വീണ എന്ന് പറയുന്ന ഒരാൾക്ക് എഞ്ചിനീയറിംഗ് ബിരുദധാരിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രണ്ടിലേക്കും കൂടി അന്വേഷണം പോകണം. ആ അന്വേഷണം പോകുമ്പോഴാണ് പുറത്തു വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവിടെ ഒരു ചോദ്യം, ആ ചോദ്യത്തിന് കൂടി ഉത്തരം പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അതായത് ഇത്രയേറെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ ഇഡിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അവരുടെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഫെമ ഉൾപ്പെടെയുള്ള ചാർജുകൾ വീണയ്ക്കെതിരെ ചുമത്തണമെങ്കിൽ തീർച്ചയായിട്ടും സ്ഥിതി ഗുരുതരമാണ്. കുറ്റകൃത്യങ്ങളുടെ ആഴവും പരപ്പും വളരെ വലുതാണ്. അങ്ങനെയെങ്കിൽ ഒറ്റ ചോദ്യം, വീണ അറസ്റ്റിലാകുമോ? എപ്പോൾ അറസ്റ്റിലാകാനുള്ള സാധ്യതയുണ്ട്? രണ്ട് കാര്യമാണ് ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്. വീണ അറസ്റ്റിലാകാനുള്ള സാഹചര്യം എന്ന് പറയുമ്പോൾ ഇനിയും അന്വേഷണവുമായി ഒരുപക്ഷെ വീണ്ടും ചോദ്യം ചെയ്യലുണ്ടാക്കാം. പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പണം റിവേഴ്സ് ഹവാലയൊക്കെ കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനിയും അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലുകളൊക്കെ ഉണ്ടാവാം. അത് ചോദ്യം ചെയ്യലുകളുടെ അവസാനം ഒരുപക്ഷെ കസ്റ്റഡിയിൽ എടുത്തേക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ അന്വേഷണം മുഴുവൻ പൂർത്തിയാക്കി കോടതിയിൽ കൊടുത്താൽ ഒരുപക്ഷെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഇതെടുക്കേണ്ട കാര്യമില്ല, കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യമില്ല. അതെല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വരെ ഉള്ള കാലഘട്ടത്തിൽ മാത്രമേ ചോദ്യം ചെയ്യലിനോ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിൽ എടുക്കേണ്ടതൊക്കെ ആവശ്യമുള്ളൂ. അത്തരം ആവശ്യമുള്ളൂ. അതിനുശേഷം അതിനില്ല, ചോദ്യം ചെയ്ത് വിട്ടയക്കാം. അപ്പൊ ഇത് രണ്ട് കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ അന്വേഷണം കൂടുതൽ മുമ്പോട്ട് പോകുമ്പോൾ ഇനിയിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ഫണ്ടാണോ സൊലസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോ അവരുടെ കടലാസ് കമ്പനിയുടെ ഷെൽ കമ്പനിയുടെ ഓഫീസ് കണ്ടെത്തിയിരിക്കുന്നു. ലേക്കർ ഇന്ത്യ കോർപ്പിന്റെ ഒറ്റമുറി ആ കടമുറി കണ്ടെത്തിയിരിക്കുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഉടമ പറയുന്നു ഇത് വീണയാണ് ഇതിന്റെ ഓണർ എന്ന് അറിയില്ലായിരുന്നെങ്കിൽ നൽകില്ലായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ആ കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, 85 ലക്ഷം രൂപ കടത്തിയൊക്കെ ഇനി ചോദ്യം ചെയ്യൽ തെളിയേണ്ടതുണ്ട്. കുറച്ചുകൂടി ചോദ്യം ചെയ്ത് എനിക്ക് തോന്നുന്നു പിണറായി വിജയന്റെ മകളായതുകൊണ്ട് തന്നെ ഇവർ രാഷ്ട്രീയ പ്രതിരോധം സൃഷ്ടിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷം മാത്രമേ മുന്നോട്ടൊരു നടപടിക്ക് ഇടി മുതിരുകയുള്ളൂ എന്നാണ്. ഏതായാലും തെളിവുകൾ കിട്ടുന്ന മുറയ്ക്ക് കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്തുന്ന മുറയ്ക്ക് വീണ അറസ്റ്റിലാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിവരങ്ങൾക്കായി. ഇഡി വരും ദിവസങ്ങളിൽ അന്വേഷണത്തിന്റെ ആ ഒരു കാർക്കശ്യം അത് കൂടുതൽ ബലപ്പെടുത്തുമെന്നും അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. മറ്റ് വിവരങ്ങൾ പുറത്തു വരട്ടെ, അതിനുശേഷം നമുക്ക് ഈ വിഷയവുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.